മേ ബി മന്ത്സ്, ഒരു 6 months ഒക്കെ ഞാൻ സ്ട്രെയിറ്റ് ഒന്നും വരയ്ക്കാണ്ടിരിക്കും, ഒരു ആർട്ട് ബ്ലോക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സോ ഞാൻ അങ്ങനെ ആ ഒരു സമയത്ത് മേ ബി ഞാൻ ഡൗൺ ആയിട്ട് ഇരുന്നപ്പോ ഐ ഫെൽറ്റ് ലൈക്ക് പെയിന്റിങ്. അപ്പൊ ഞാൻ അങ്ങനെ ഇരുന്നപ്പോ എനിക്ക് കണക്ട് ആയത്, ഓക്കെ ഞാൻ സുന്ദരി ചെല്ലമ്മേനെ വരയ്ക്കാം. സുന്ദരി ചെല്ലമ്മേനെ കുറിച്ച് ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടല്ല, എന്നാലും ഒരു ബെയർ ആയിട്ടുള്ള ഒരു സെന്റൻസ് എന്റെ വീട്ടിൽ എന്റെ അമ്മയൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. ഇങ്ങനെ ഒരു ഭ്രാന്തി ചെല്ലമ്മ എന്നാണ് പറയാറ്. ഭ്രാന്തി ചെല്ലമ്മ ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഈ രാജാവിനെ പ്രണയിച്ചു, അങ്ങനെ നടന്ന് അങ്ങനെ അവസാനം അവർ മരിച്ചുപോയി എന്നുള്ള രീതിക്ക് ഭയങ്കര ഷോർട്ട് ആൻഡ് പ്രിസൈസ് ആയിട്ടുള്ള ഒരു സെന്റൻസ് എന്റെ വീട്ടിൽ ഇങ്ങനെ പറയാറുണ്ട്. ഞാൻ MG ശശിഭൂഷൺ, അധ്യാപകനായിരുന്നു, ചരിത്രകാരനാണ്, തിരുവനന്തപുരത്ത് താമസിക്കുന്നു. സുന്ദരി ചെല്ലമ്മയെ കണ്ടിട്ടുണ്ട്. തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു ദുരന്ത കഥാപാത്രം. അവർക്ക് കഴിയും വണ്ണം മനോഹരമായി വേഷമൊക്കെ ധരിച്ച് പഴയ രീതിയിലുള്ള മുലക്കച്ചിയൊക്കെ കെട്ടി ഒരു ആഠ്യ കുടുംബത്തിലെ ഒരു സ്ത്രീയുടെ, ഒരു കുലീന കുടുംബത്തിലെ ഒരു സ്ത്രീയുടെ വേഷങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് അവർ രാവിലെ കവടിയാറിൽ വന്ന് മിക്കവാറും ഒരു ഭാഗത്ത് നിൽക്കും. അവരവിടെ വരുന്നത് രാവിലെ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തൊഴാനായിട്ട് പാലസ് ഗേറ്റ് കടന്നു വരുന്നത് കാണാൻ വേണ്ടിയിട്ടാണ്. മഹാരാജാവ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദിവസവും തൊഴാൻ പോകുന്നത് കണ്ടിട്ടുണ്ട്. ആ സമയത്ത് റോഡിൻ്റെ ഇരുവശങ്ങളിൽ നിന്ന് ആളുകൾ കൈകൂപ്പി അദ്ദേഹത്തെ വണങ്ങുന്നതും അദ്ദേഹം തിരികെ വണങ്ങുന്നതും, അതുപോലെ തന്നെ രണ്ട് വശവും മാറി മാറി ഇങ്ങനെ തൊഴുതുകൊണ്ട് ഇങ്ങനെ പ്രതിബന്ധനം ചെയ്യുന്നതും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനിടയിലാണ് ഒരിക്കൽ ഇപ്പോഴത്തെ രാജ്ഭവന്റെ അപ്പുറത്ത് കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങുന്ന ആ ഭാഗത്ത് ഞങ്ങൾ ഒരു ദിവസം ഇതുപോലെ ആ സമയത്ത് ഇങ്ങനെ കൂട്ടുകാരുമായിട്ട് പോയപ്പോൾ ഒരു സ്ത്രീ നിന്ന് പിന്നെ ഈ രാജാവിൻ്റെ വന്ന സമയത്ത് ഇങ്ങനെ വഴിയരികിൽ നിന്ന് വളരെ ആദരപൂർവം താഴ്ന്ന് തൊഴുത് നിൽക്കുന്നതും, അത് കഴിഞ്ഞവർ പിന്നെ വലിയൊരു സംതൃപ്തിയോടെ ആ കാറ് കടന്നു പോയപ്പം നടന്ന് അങ്ങനെ മറയുന്നതുമായ ഒരു കാഴ്ച കണ്ടു. അതൊരു വലിയ ഇതാണ്. അപ്പോൾ അവിടെ നിന്ന് 1-2 പേരിങ്ങനെ പറയുന്ന കണ്ണല്ലോ സുന്ദരി ചെല്ലമ്മ വന്നല്ലോ എന്നൊക്കെ പറഞ്ഞൊരു പരിഹാസത്തിൻ്റെയും ഒരു ചെറിയ ഒരു അവജ്ഞയുടെയും ഒരു ഭാവത്തോടെയൊക്കെ പറയുന്നത് കേട്ടു. വളരെ കാലം തിരുവനന്തപുരത്ത് ജീവിച്ചിരുന്ന ആ സ്ത്രീ ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടാനുണ്ടായ ഒരു കാരണം എന്ന് പറയുന്നത്, തെരുവിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ട ആ സ്ത്രീയുടെ, അവർക്ക് അന്നത്തെ അവസാനത്തെ മഹാരാജാവായ ശ്രീ തിരുനാൾ മഹാരാജാവിനോടുള്ള ഒരു പ്രണയം, അവർക്ക് തോന്നിയ ഒരു വല്ലാത്തൊരു ആകർഷണം, അത് ആ രാജാവിനോട് തോന്നിയ ഒരു സ്നേഹവും ബഹുമാനവും പ്രണയവും ഒക്കെ കലർന്ന ഒരു അവസ്ഥ. അതുകൊണ്ട് അവരെ മനോനില തെറ്റുകയും പിന്നീട് അവരെ തെരുവിൽ ജീവിക്കാൻ വിധിക്കപ്പെടുകയൊക്കെ ചെയ്ത ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെയാണ്
നമ്മുടെ സമൂഹ മാധ്യമത്തിലൂടെയും ഇക്കാലത്ത് മറ്റ് മാധ്യമങ്ങളിലൊക്കെ സുന്ദരി ചെല്ലമ്മ ഒരു ചർച്ചയായി മാറി. നെയ്യാറ്റിൻകര എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ഇടത്തരം കുടുംബത്തിലെ അംഗമായിരുന്നു. അവരുടെ കുടുംബത്തിലെ പല അംഗങ്ങളും തിരുവിതാംകൂർ പട്ടാളക്കാരായിട്ട് ഉണ്ടായിരുന്നതായും മറ്റും കേട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ പത്രവാർത്തയിൽ എന്ന് പറഞ്ഞാൽ ഈ വാർത്തകളിലോ അല്ലെങ്കിൽ ഈ ലേഖനങ്ങളിലോ വാർത്തയിലോ വന്നിട്ടുള്ള ലേഖനങ്ങളിലൊന്നും തന്നെ അവരുടെ പൂർവ്വ ജീവിതത്തെ സംബന്ധിച്ച് വളരെ വ്യക്തമായ അറിവൊന്നും ലഭിച്ചിട്ടില്ല. അവർ തെരുവിലായതിനു ശേഷമുള്ള അവരുടെ ഒരു ജീവിതമാണ് അതിൽ കേൾക്കുന്നത്. അവരെ ജനിച്ച കുടുംബത്തെ സംബന്ധിക്കുന്നതോ അല്ലെങ്കിൽ അവരുടെ ഹസ്ബൻഡിനെ കുറിച്ചോ അല്ലെങ്കിൽ മകളെക്കുറിച്ചോ ഒന്നും തന്നെ ആ ലേഖനങ്ങളിലൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ കൊല്ലംകോട്ടാണ് അവരുടെ കുടുംബം. അവിടെ ഇന്നും അവരുടെ ബന്ധുമിത്രാദികൾ ആരൊക്കെ ഉണ്ട് എന്നുള്ളതും, പക്ഷേ ഇന്ന് ആരും അത് തുറന്നു പറയാൻ താല്പര്യമില്ല. ബന്ധുത്വത്തെ കുറിച്ച് പറയാനൊന്നും അവർക്ക് താല്പര്യമില്ല. അവർക്കൊരു ഭർത്താവും മക്കളും ഒക്കെ ഉണ്ട്. വീട് വിട്ട് ഇറങ്ങി ഇങ്ങനെ കോട്ടയ്ക്കകത്ത് നടന്നുകൊണ്ടിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത്. ടീച്ചറിന് ഒരു മകളുണ്ടായിരുന്നു, പത്മാവതി. ഞങ്ങൾ ഒരുമിച്ച് പഠിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. മകൾ അത്ര നിറമൊന്നുമുള്ള കുട്ടിയല്ല. അതുകൊണ്ട് ടീച്ചറിന് ക്ലാസ്സിലെ സുന്ദരി പെൺകുട്ടികളോടുള്ള സ്നേഹം മകളോടില്ല എന്നാണ് പറഞ്ഞു കേട്ടിരുന്നത്. ടീച്ചറിൻ്റെ ഭർത്താവിനെ കുറിച്ച് എനിക്ക് അറിവില്ല, മകളെക്കുറിച്ച് മാത്രമേ അറിയാവൂ. ഹസ്ബൻഡ് ഒരു ഉദ്യോഗസ്ഥനായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീട് ഈ രാജഭക്തി കൊണ്ടും ഈ ഒരു ഉന്മാദ അവസ്ഥയിലേക്കൊക്കെ വന്നപ്പോൾ കുടുംബജീവിതം തന്നെ താറുമാറായി. അങ്ങനെ ഭർത്താവ് അവരെ ഉപേക്ഷിക്കുകയാണോ ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരെ കുറിച്ച് അന്വേഷിച്ചതിൽ എനിക്ക് മനസ്സിലായത് ഇവര് ടീച്ചറായിരുന്നു. ലൈക്ക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു സ്ത്രീയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ത്രീ പെട്ടെന്ന് ഈ ഒരു പ്രേമം എന്നൊക്കെ പറഞ്ഞ്, പ്രേമം കാരണം അല്ലെങ്കിൽ ഈ ഒരു പ്രണയം കാരണം ഇവര് ഭ്രാന്തിയായി പിന്നെ ഫുൾ ലൈഫ് ലോങ് അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞ് എനിക്ക് വിശ്വസിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഭ്രാന്ത് ഞാൻ പറയൂല, ഒരിക്കലും അല്ല, ഞാൻ ആ വാക്കേ ഉപയോഗിക്കില്ല. കടുത്ത ആരാധനയാണ്, കടുത്ത ആരാധന. പക്ഷെ ഒരു സംഭവം എനിക്കറിയാം. എൻ്റെ ഒരു കുടുംബത്തിലെ ഒരാൾ മണക്കാട് സ്കൂളിലെ ടീച്ചറായിരുന്നു, അല്ല സ്റ്റുഡൻ്റ് ആയിരുന്നു. ചെല്ലമ്മയുടെ സുന്ദരി ചെല്ലമ്മ അവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. ഷി മസ്റ്റ് ബി, ഇപ്പം അവർ ജീവിച്ചിരിപ്പില്ല. സംഗീതത്തിലും അതുപോലെ നൃത്തത്തിലും ഭാഷയിലുമൊക്കെ വളരെ പ്രാവീണ്യം നേടിയ ഒരു വനിതയായിരുന്നു. അതുകൊണ്ട് തന്നെ അക്കാലത്ത് അവർക്ക് ഒരു അധ്യാപികയായി ജോലി കിട്ടാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് 1930-കൾക്കൊടുവിൽ ഏതാണ്ട് 40-കളുടെ തുടക്കത്തിലൊക്കെ അവർ തിരുവനന്തപുരത്ത് വരികയും തിരുവനന്തപുരത്ത് ഒരു 3 സ്കൂളുകളിലെങ്കിലും അവർ അധ്യാപികയായി സേവനം ആരംഭിക്കുകയും ചെയ്തു. അവർ തിരുവനന്തപുരത്തെ കോട്ടൺ ഹിൽ സ്കൂളിലെ സംഗീത അധ്യാപിക ആയിരുന്നു എന്നും ഞങ്ങളുടെ അധ്യാപകർ പറഞ്ഞാണ് അറിഞ്ഞത്. അല്ല, നൃത്ത അധ്യാപികയല്ല, അവരെ സ്കൂളിലെ മലയാള അധ്യാപികയാണ്. പക്ഷേ അവർക്ക് നല്ല ഭാഷാജ്ഞാനമുണ്ട്, നന്നായിട്ട് കവിത ചൊല്ലും. പ്രശസ്തരായിട്ടുള്ള എല്ലാ കവികളുടെ കവിതകളെയുമായിട്ട് അവർക്ക് നല്ല പരിചയമുണ്ട്. അത് നല്ല ഈണത്തിൽ ചൊല്ലും. സംഗീതജ്ഞാനം ഉള്ളതുകൊണ്ടാണ് അതൊക്കെ കഴിഞ്ഞത്. പരസ്യമായിട്ട് ഇങ്ങനെ ചെല്ലമ്മ എൻ്റെ അധ്യാപികയായിരുന്നു, അല്ലെങ്കിൽ ചെല്ലമ്മ ടീച്ചറെ ഞാൻ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ക്ലാസ് എടുത്തിട്ടുണ്ട്, എനിക്ക് വളരെ അടുപ്പമുണ്ട് എന്നൊന്നും ആരും തന്നെ പറഞ്ഞിട്ടില്ല. ഞാൻ കോട്ടൺ സ്കൂളിൽ 7ാം ഇന്നത്തെ സ്റ്റാൻഡേർഡ്, അന്ന് ഞങ്ങൾക്ക് ഫോം എന്നാണ് പറയുന്നത്, 7th ഫോമിൽ പഠിക്കുന്നപ്പം എൻ്റെ മലയാളം അധ്യാപികയായിരുന്നു സുന്ദരി ചെല്ലമ്മ ടീച്ചർ. ചെല്ലമ്മ ടീച്ചർ എന്നാണ് പേര്. പക്ഷേ നമ്മൾ ചില സാഹചര്യത്തിൽ ഇപ്പോൾ ടീച്ചേഴ്സിനെ തിരിച്ചറിയാൻ ചില പേരുകളൊക്കെ കൂട്ടിച്ചേർത്ത് കൊടുക്കുമല്ലോ. അങ്ങനെ ഒരു, മാത്രമല്ല ടീച്ചർ ഒരു സുന്ദരിയായിരുന്നു. നല്ല തുടുത്ത് ചുവന്ന കവിളും ഈ നെറ്റിയിൽ കേൾസൊക്കെ ഇട്ട് നമ്മൾ കുട്ടികളതൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. വെരി ഫെയർ, വലിയ പൊട്ടൊക്കെ വെച്ച് കണ്ണൊക്കെ എഴുതി, ആഭരണങ്ങളൊക്കെ ധാരാളം, ഈ കോസ്റ്റ്യൂം ജ്വല്ലറിയാണ്, അതൊക്കെ ധാരാളം കൈകളിലും ധാരാളം മാലയൊക്കെ ഇട്ട്. അവരുടെ സൗന്ദര്യവും അവരുടെ ആ ഒരു തറവാടിത്വവും ഒക്കെ കൊണ്ട് അവരെ അക്കാലത്ത് സുഹൃത്തുക്കൾക്കിടയിൽ അവരെ അറിയപ്പെട്ടിരുന്നത് ബ്യൂട്ടി ചെല്ലമ്മ എന്നാണ്. അങ്ങനെയാണ് സുന്ദരി ചെല്ലമ്മ എന്നുള്ളൊരു പേരുണ്ടായത്.
പക്ഷെ അവർക്ക് നൃത്തവും സംഗീതവും അങ്ങനെ എല്ലാത്തിലും അവര് ഭയങ്കര എക്സൽ ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇല്ല, ടീച്ചർ അങ്ങനെ ഒരു അഭിനയത്തിന് പോയിട്ടുണ്ട്, നാടക അഭിനയത്തിന് പോയിട്ടുണ്ടെന്നുള്ളതല്ലാതെ മറ്റ് കലാപ്രകടനങ്ങൾക്കൊന്നും തിരുവാതിരയോ നൃത്തമൊന്നും കണ്ടിട്ടില്ല. സ്കൂളിൽ അതൊക്കെ ഉണ്ട്, നമ്മളൊക്കെ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു വായനശാലയിലെ ഒരു ആളെ മഹാരാജാവിന്റെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്ന ഒരു നാടകത്തിലേക്ക് ഹയർ ചെയ്യുവാണ്. ഇവരൊരു നാടകമായിട്ട് അവതരിപ്പിച്ചു ആ സ്കൂളിലെ അധ്യാപികമാരും ഒക്കെ കൂടി. അത് സ്കൂളിൽ വെച്ചല്ല, സ്കൂളിന്റെ ഒരു പരിപാടി ഈ ശ്രീചിത്തിര തിരുനാൾ ഗ്രന്ഥശാല എന്ന് പറഞ്ഞൊരു, അവിടെ ഈ മഹാരാജാവിന്റെ ജന്മദിനത്തിന് എല്ലാ വർഷവും ഓരോ വിശിഷ്ടമായ കലാപരിപാടികളുടെ ഒരു ഘടനം അവതരിപ്പിക്കുമായിരുന്നു. അപ്പം നാടകമാണ് തിരുവനന്തപുരത്തെ ഏറ്റവും നല്ല അമച്വർ നാടക അവതരണം അവിടെയാണ് നടക്കുന്നത്. ഞാൻ കേട്ടൊരു കാര്യമാണ്, ലൈക്ക് പണ്ടത്തെ നാടകങ്ങളിലൊക്കെ ഇങ്ങനെ സ്ത്രീ വേഷങ്ങള് മോസ്റ്റ്ലി പുരുഷന്മാര് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. സ്ത്രീകൾക്ക് അങ്ങനെ പുറത്തു വന്ന് പെർഫോം ചെയ്യാനുള്ള അത്രയും ഫ്രീഡത്തിലോട്ടൊന്നും വരാത്തൊരു കാലഘട്ടമാണത്. അപ്പോ ആ സമയത്ത് പക്ഷേ ഇവര് ഇങ്ങനെ സ്ഥലം മാറി ടീച്ചറായിട്ട് വന്നു. ആൻഡ് വേറെ ഏതോ ഒരു ഹാളില് ഇവര് ഓൾറെഡി പെർഫോം ഒക്കെ ചെയ്ത് ഇവരുടെ ഫെയിം ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ അങ്ങനെ ആ ഒരു ടൈമിലാണ് കേശവപിള്ള ഇതിലോട്ട് ഇവരെ കാസ്റ്റ് ചെയ്യും വിളിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോ അന്ന് അവിടെ പെർഫോം ചെയ്ത ഗ്രൂപ്പില് ഒരേ ഒരു സ്ത്രീ ആയിരുന്നു ഇവരെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്, എനിക്ക് അറിയില്ല അതിനെ കുറിച്ച് എന്താണെന്ന്. നാടകം അവതരിപ്പിക്കുന്ന ഗ്രന്ഥശാലയുടെ മറ്റൊരു പ്രത്യേകത, സ്ത്രീ കഥാപാത്രങ്ങളെ സ്ത്രീകൾ തന്നെയാണ് അവർ പങ്കെടുപ്പിക്കാറുള്ളത്. അപ്പോൾ അതിൽ ഈ ചെല്ലമ്മ ഒരു വർഷം നാടകത്തിൽ പങ്കെടുത്തു. കേശവപിള്ള എന്ന വ്യക്തി ഒരു ഗ്രന്ഥശാല ഉണ്ടാക്കി അമ്മാവൻ ജനിച്ചപ്പോൾ. അതിപ്പോഴും ഉണ്ട് വഞ്ചൂര്. അപ്പോൾ ആ ഗ്രന്ഥശാല അമ്മാവിൻ്റെ ഓരോ പിറന്നാളിനും ഓരോ നാടകം അവതരിപ്പിക്കും. അത് VJT ഹാളിൽ, അന്ന് VJT ഹാളേ ഉള്ളൂ. അവിടെ ഒരു ഷോ ഉണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ വന്ന് ഇത് കളിക്കും. അതിൽ പല പ്രഗത്ഭരായ ആൾക്കാരും അതിൽ വേഷമിട്ടിട്ടുണ്ട്. ആ നാടകത്തിലാണ് അതിലൊരു പ്രധാനപ്പെട്ട വേഷം ചെയ്ത സുന്ദരി ചെല്ലമ്മ. അന്ന് ഉമയമ്മ റാണിയായും ഇടത്ത് തുമ്പിരാട്ടിയായും ഒക്കെ സൗന്ദര്യമുള്ള ഒരു സ്ത്രീ ആയതുകൊണ്ട് അത്തരം അതിൽ നായിക പ്രാധാന്യമുള്ള വേഷങ്ങളായിരുന്നു അവർക്ക് ലഭിച്ചിരുന്നത്. അക്കാലത്ത് അതോടൊപ്പം തന്നെ അവർ മനസ്സിൽ സൂക്ഷിച്ച രാജഭക്തി. അപ്പോൾ കൊട്ടാരത്തിൽ നാടകം അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നാടകത്തിന് ശേഷം നടീനടന്മാർക്കും സംവിധായകർക്കും നാടകത്തിനുമൊക്കെ മഹാരാജാവ് സമ്മാനങ്ങൾ നൽകും. അപ്പോൾ ആ സമ്മാനങ്ങൾ വാങ്ങുക എന്നുള്ളത് അന്ന് അക്കാലത്ത് ഏറ്റവും വലിയ ഒരു പുരസ്കാരമായിട്ടാണ് കലാകാരന്മാർ കണ്ടിരുന്നത്. അങ്ങനെ ഈ രാജഭക്തിയുള്ള ഈ ചെല്ലമ്മയ്ക്കും ഇതുപോലെ സമ്മാനങ്ങൾ മഹാരാജാവ് ഇങ്ങനെ സമ്മാനം കൊടുക്കുന്ന വേളയിൽ അവരെ ആ ഭക്തി കൊണ്ട് വളരെ മറ്റുള്ളവരെക്കാൾ വളരെ താഴ്ന്നാണ്, വളരെ ബഹുമാനത്തോടുകൂടി വളരെ വിനയാന്യതയായി നിന്നുകൊണ്ട് വളരെ ഇതായി നിന്നാണ് ഈ സമ്മാനം മഹാരാജാവിൽ നിന്നും സമ്മാനമാകുന്നത്. അവർക്ക് ചിത്തിര തിരുനാൾ എന്നൊരു വളരെ മഹാനായ വ്യക്തിത്വം, അദ്ദേഹത്തോടുള്ള ഒരു കടുത്ത ആരാധനയാണ് അവർ ഇങ്ങനെ ഒരു അവസ്ഥയിലോട്ട് എത്തിച്ചത്. അതിനാരും റെസ്പോൺസിബിൾ അല്ല. അത് ചിത്തിര തിരുനാൾ റെസ്പോൺസിബിൾ അല്ല, ബാക്കിയുള്ള ആരും തന്നെ റെസ്പോൺസിബിൾ അല്ല. ആറാട്ടിൻ്റെ എഴുന്നള്ളത്തും അല്ലാതെയുള്ള ക്ഷേത്ര ദർശന സമയത്തൊക്കെ മഹാരാജാവിനെ കണ്ട നിമിഷങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ആ സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും ഒക്കെ അദ്ദേഹത്തിൻ്റെ ആ പ്രൗഢിയെപ്പറ്റിയൊക്കെ ഇങ്ങനെ മാനവോളം മറ്റുള്ളവർ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ സംസാരിക്കുന്നത് കേട്ടുകൊണ്ടാണ് ഈ വായനശാല കേശവപിള്ള ഉൾപ്പെടെയുള്ള കാലത്തെ ചിത്തിരനാൾ ഗ്രന്ഥശാലയുടെ പ്രവർത്തകർ ഒരു തമാശ എന്നോണം അവരോട് പറഞ്ഞു, ചെല്ലമ്മ ടീച്ചറിൻ്റെ ഈ നാടകാഭിനയമൊക്കെ പൊന്നു തമ്പുരാന് വളരെ ഇഷ്ടപ്പെട്ടു. തമ്പുരാന് പ്രത്യേകം ടീച്ചറെ പറ്റി കൂടുതൽ ചോദിച്ചു. ഇനി വല്ല പുടവ തരാനോ മറ്റോ ആണോ എന്ന് പറഞ്ഞു. അത് മനസ്സിലേക്ക് അത് വല്ലാതെ അവരുടെ മനസ്സിനെ മാറ്റിക്കളഞ്ഞു. എൻ്റെ അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എൻ്റെ അമ്മ ഒരു നായർ സ്ത്രീയാണ്. അപ്പോൾ
പണ്ട് നായന്മാര് കല്യാണം കഴിച്ചിരുന്നത് ഇങ്ങനെ ഒരു വസ്ത്രം, മറ്റേ സെറ്റ് മുണ്ട് പോലത്തെ, കോടിമുണ്ട് പോലെ ഒരു സംഭവം കൊടുക്കുന്നതായിരുന്നു ഇവരുടെ കല്യാണത്തിന്റെ ഒരു രീതി. അപ്പൊ ആ ഒരു നായർ വുമൺ അത് ആക്സെപ്റ്റ് ചെയ്യുവാണെങ്കിൽ ഇറ്റ്സ് ലൈക്ക് ഷീസ് ഓക്കെ ഫോർ ദാറ്റ് റിലേഷൻ. ആ ഒരു രീതിക്കാണ്. അപ്പൊ ആ പുടവ സ്വീകരിച്ചതോടുകൂടി ഞാൻ മഹാരാജാവിൻ്റെ ഒരു ഇഷ്ടഭാജനമായി, മഹാരാജാവിൻ്റെ ഒരു പ്രേയസിയായി, അല്ലെങ്കിൽ ഒരു പങ്കാളിയായി, കുടുംബിനിയായി എന്ന മട്ടിലൊരു ഒരു ധാരണ ഇവർക്ക് വന്നു. അന്ന് തൊട്ട് അവര് ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയെ മനസ്സ ഭർത്താവായിട്ട് വരിക്കുകയും ചെയ്തു. അന്ന് ഏത് വിശേഷത്തിന് വന്നാലും, ഇപ്പോൾ ഇവിടെ ഒരു വിവാഹമുണ്ട്, ഇല്ലെങ്കിൽ ഒരു ഷഷ്ടിപൂർത്തിയുണ്ട്, വരുന്നവർക്കൊക്കെ ഓണപ്പുടവ കൊടുക്കും. ഇതുമാതിരി ഓണപ്പുടവ ചെല്ലമ്മ ടീച്ചർക്കും കൊടുത്തു. അപ്പോൾ അവർ ഈ പുടവ കിട്ടി, അപ്പോൾ അവർക്ക് ഏതോ ഒരു ബുദ്ധിഭ്രമം വന്നു. ആ ഒരു പ്രശ്നമാണ് പിന്നീട് ഒരു മനോരോഗിയെ പോലെ, ഒരു മനോരോഗി എന്ന് പറയാൻ പറ്റില്ല, കാരണം അവർക്ക് മാനസികമായുള്ള മറ്റൊരു രാജഭക്തി എന്നതിനപ്പുറം രാജാവിനോടുള്ള ഒരു പ്രണയം, അതിനപ്പുറത്തേക്ക് അവർക്ക് മറ്റു കുഴപ്പങ്ങളൊന്നുമുള്ള സ്ത്രീയായിരുന്നു. അന്നത്തെ കാലത്തെ ഈ സൈക്കാട്രിക് കൗൺസിലിങ്ങും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അവർ വീട്ടുകാർക്ക് അതൊരു എംബാരസ്മെൻ്റ് ആയോ ഇല്ലയോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അവർ വീട്ടിൽ വിളിച്ചിട്ട് പോകാത്തതാണോ അതോ അവർ വിളിക്കാതിരുന്നതാണോ, ഇതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ചെല്ലമ്മയുടെ വീട്ടുകാർക്ക് ഇതൊരു ലഘു മനോരോഗമാണെന്ന് തിരിച്ചറിഞ്ഞു. അവരതിനുള്ള ചികിത്സയും ചെയ്തു. എന്നാൽ ആ ചികിത്സ കൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടായില്ല. ഇന്ന് മാനസിക രോഗത്തിൻ്റെ ചികിത്സ തന്നെ അപൂർവം, ചികിത്സയിലുള്ള ഔഷധങ്ങളും പ്രയോഗങ്ങളും തന്നെ വിരളം. പിന്നെ ഇങ്ങനെ ഒരാളെ കൊണ്ടുപോയി ചികിത്സിക്കുന്നതിനുള്ള സംഘടനാ തലം പോലും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഉണ്ടായിരുന്നെങ്കിൽ തുടർച്ചയായിട്ട് ചികിത്സ വേണം. 1-2 മാസം ചികിത്സിച്ച് വിടാൻ പറ്റില്ല. ആദ്യം ചികിത്സിച്ച് അത് കഴിഞ്ഞ് സിംറ്റംസ്, തീർച്ചയായിട്ടും അത് പൂർണ്ണമായിട്ട് ക്യൂർ ആകത്തില്ലായിരിക്കും, പക്ഷെ ഒരു 90% അതിൻ്റെ തീവ്രത നശിപ്പിച്ച് അവർ സാധാരണ ജീവിതത്തിൽ ഒരുപക്ഷെ ആ ടീച്ചറായിട്ട് തന്നെ നിലനിർത്തി സംരക്ഷിച്ചു പോകാൻ അതിനൊരു കുടുംബം അവർക്കില്ലാതായി പോയെന്ന് തോന്നുന്നു. ഇതിനിടയ്ക്ക് അവരുടെ വിവാഹം നടന്നു. ഭർത്താവ് ആവും വണ്ണം അവരെ ഒരു സമനിലയിലേക്ക് മടക്കി കൊണ്ടുവരാനായിട്ട് അയാൾക്ക് കഴിയുന്നത് പോലെ ശ്രമിച്ചു. അതുകൊണ്ടൊന്നും ഫലമുണ്ടായില്ല. ഇതിനിടയ്ക്ക് ആ ചെല്ലമ്മ പ്രസവിച്ചു. അവർക്കൊരു മകളുണ്ട്. പക്ഷെ അവരുടെ ലോകത്ത്, അവരുടെ മാനസിക ലോകത്ത് ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ മാത്രമായിരുന്നു അവരുടെ ഭർത്താവ്. സ്വന്തം ജീവിതം ആ ഒരു ഹസ്ബൻഡിനെയും കുട്ടീനെയും തന്നെ മാറ്റി വെച്ചിട്ട് ഇവർ ഈ ഒരു രീതിയിൽ ജീവിക്കുകയായിരുന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളൊരു കഥ എന്ന് പറയുന്നത്. അവരിതിനിടയ്ക്ക് വീട് വിട്ടിറങ്ങിയിട്ട് തിരുവനന്തപുരത്ത് കോട്ടയ്ക്കകത്ത് ഒരു ഭഗവതി ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ അടുത്ത് ഒരു ചെറിയ ഇടനാഴിയുണ്ട്. ആ ഇടനാഴിയിൽ അവർ പിൽക്കാലത്ത് അവരുടെ ജീവിതം കഴിച്ചു കൂട്ടി. തെരുവിൽ ആയി അവരുടെ എല്ലാം നഷ്ടപ്പെട്ട്, അവസാനം ജോലി നഷ്ടപ്പെട്ട്, അവസാനം തെരുവിൽ കഴിയേണ്ട ഒരു അവസ്ഥ വന്നപ്പോഴും അവരുടെ ആ രാജഭക്തി ഹൃദയത്തോട് ചേർത്ത് വെച്ചു. മാത്രമല്ല, കോട്ടയം സ്കൂളിലെ ടീച്ചർ ജോയിൻ ചെയ്യാൻ വന്നപ്പോൾ അന്നത്തെ ഹെഡ് മിസ്സസ് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, ടീച്ചറിൻ്റെ കയ്യിൽ മഹാരാജാവിൻ്റെ ചിത്രം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തിനെന്ന് ചോദിച്ചപ്പം ഒരു ആരാധനയുടെ മുഖഭാവം കണ്ടു. അതൊക്കെ മടക്കി വെച്ചിട്ട് ക്ലാസ്സിൽ പോകാൻ പറഞ്ഞതും കേട്ടുകേൾവിയുണ്ട്. അന്ന് നമ്മൾ കുട്ടികൾ അത്രയൊക്കെ ശ്രദ്ധിക്കൂ. പക്ഷേ മുതിർന്നു കഴിഞ്ഞപ്പോൾ ടീച്ചറിൻ്റെ ഈ ആരാധനയെക്കുറിച്ച് ആളുകൾ സംസാരിച്ചു തുടങ്ങി. പക്ഷേ സ്കൂളിൽ നിന്ന് പിരിച്ചുവിട്ടുവെങ്കിലും അവർക്കതൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല. അവർ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ പതിവായി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകും എന്ന കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ആ പോകുന്ന കാഴ്ച കണ്ട് താണ് വണങ്ങാനായി ആ സമയം നോക്കി കവടിയാർ കൊട്ടാരത്തിന് മുമ്പിൽ എത്തും. എന്നിട്ട് പഴയ കാലത്തെ മാടമ്പി ഗ്രഹങ്ങളിലെ കുലീനകളായ സ്ത്രീകളുടെ വേഷവിധാനത്തോടുകൂടി കേരളത്തിലെ തമ്പുരാട്ടിമാരുടെ, പ്രത്യേകിച്ച് നമ്മുടെ തിരുവിതാംകൂർ രാജകുടുംബത്തിലെ തമ്പുരാട്ടിമാരും രാജപത്നിമാരായ അമ്മച്ചിമാരും ഒക്കെ ധരിക്കുന്നത് പോലെയുള്ള ഒരു വേഷവിധാനത്തോടു കൂടി തന്നെയാണ് അവർ ജീവിതത്തിൻ്റെ അവസാന കാലം വരെയും ഇത് ചെയ്തിരുന്നത്. അതായത് മാറിൽ ഒരു മുലക്കച്ച കെട്ടി, കസവ് നേരിയതും കസവ് കരയുള്ള മുണ്ടുമൊക്കെ ഉടുത്ത് അവരവിടെ വന്ന്
അങ്ങനെ നിൽക്കും. അത് പ്രത്യേകം ശ്രദ്ധേയമാണ്. മുലക്കച്ചയും കെട്ടി അന്ന് നിൽക്കുക എന്ന് പറയുന്നത് കൊട്ടാരത്തിലെ സ്ത്രീകളുടെ ഒരു വേഷമായിട്ടാണ് അന്ന് കണ്ടുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ പ്രത്യേക ചില സാഹചര്യങ്ങളിലോ വേഷത്തിനുമാണ് മുലക്കച്ച കെട്ടി നിൽക്കുന്നത്, അല്ലെങ്കിൽ തോളിൽ കൂടെ തുണിയിട്ട്. അപ്പോൾ ടീച്ചർ ഇങ്ങനെ ഒരു വേഷം കെട്ടി ചമഞ്ഞ് നിൽക്കുന്നത് കാണാം. അങ്ങനെ കെട്ടി ചമഞ്ഞ് നല്ല ഏനത്തിൽ നിൽക്കുന്നത് കാണാം. അതിരാവിലെ പത്മതീർത്ഥത്തിൽ കുളിക്കും, വളരെ വിസ്തരിച്ച് വേഷമൊക്കെ അണിഞ്ഞൊരുങ്ങും. ഈ സമയത്ത് അവിടെയുള്ള ആരെങ്കിലും എന്തിനുള്ള പുറപ്പാടാണ് എന്ന് ചോദിച്ചാൽ അവർ ഒരു ചെറു ചിരിയോടെ പറയും, നിങ്ങൾ അറിഞ്ഞില്ലേ, പൊന്നു തമ്പുരാൻ പട്ടും പരിവട്ടവും ഇടാനായിട്ട് വരാൻ സമ്മതിച്ചിട്ടുണ്ട്, ഞാൻ അതിനുവേണ്ടി ഒരുങ്ങുകയാണ് എന്ന് ആരോട് ചോദിച്ചാലും അവർ മറുപടി പറയുമായിരുന്നു. എന്നും രാവിലെ ഇങ്ങനെ അമ്പലത്തിൻ്റെ അവിടെ അമ്മാവൻ കോവിലിൽ പോകുന്ന സമയത്ത് അവിടെ ഇങ്ങനെ കാണും. ചിലപ്പോൾ എന്തൊക്കെയോ ഞങ്ങൾ കാറിലൊക്കെ പോകുമ്പോൾ അന്ന് AC കാറൊന്നും അല്ലല്ലോ, അപ്പോൾ ജനൽ താത്തിയിട്ടല്ലേ പോകുന്നത്. അവരെന്തൊക്കെയോ വിളിച്ച് പറയും. എന്താ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, ഓർമ്മയുമില്ല എന്തോന്നാണ്. അപ്പോൾ ടീച്ചർ എനിക്ക് കവടിയാർ കൊട്ടാരത്തിൽ എന്നെ താമസിപ്പിക്കണം എന്ന് പറഞ്ഞു എന്നാണ് കേട്ടിട്ടുള്ളത്, അതെനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അവരെങ്ങനെ ജീവിച്ചു എന്നും അറിഞ്ഞുകൂടാ. ആഹാരം കഴിക്കണം, കിടന്നുറങ്ങണം, ഇതൊക്കെ വേണ്ടേ, അതൊക്കെ എങ്ങനെയായിരുന്നു എന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അവരിങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. ഒരു തെരുവിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ട ഒരു സ്ത്രീക്ക് ഒരു മഹാരാജാവിനുണ്ടോ തോന്നിയ ഒരു പ്രണയം, അതായിരുന്നു വിഷയം. അത് മഹാരാജാവോ രാജകുടുംബാംഗങ്ങളോ ഒന്നും അതില് ഉത്തരവാദികളോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവരെ സ്മരിച്ചെല്ലമ്മയെ കുറിച്ച് സംസാരിക്കാൻ ബാധ്യസ്ഥരോ അല്ല. ജീവിക്കാനുള്ള ഒരു അഗതി പെൻഷൻ ചിത്രതിരുനാൾ ബാലരാമവർമ്മ തന്നെ ഇടപെട്ട് അവർക്ക് വാങ്ങിക്കൊടുത്തിരുന്നു. ഈ പെൻഷൻ വന്നിരുന്നത് കൃത്യമായി മണി ഓർഡറായിട്ട് വന്നിരുന്നത് വഞ്ചിയൂരിലെ ചിത്രതിരുനാൾ ബാലരാമവർമ്മ സ്മാരക വായനശാലയിൽ ആണ്. അവിടുത്തെ വായനശാലയിലെ ലൈബ്രറിയനാണ് ആ പെൻഷൻ തുക വാങ്ങിക്കുന്നത്. അത് 1-ാം തീയതി അടുപ്പിച്ച് വരും. അത് 1-2 ദിവസം കഴിയുമ്പോൾ ചെല്ലമ്മ വന്ന് ആ പെൻഷൻ തുക വാങ്ങിക്കും. ഇല്ല, അത് അവരാരെങ്കിലും സഹായിക്കും, പാവം അവരാരെങ്കിലും സഹായിക്കും എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കൊണ്ട് സഹായിപ്പിച്ചിരിക്കും. ചിലപ്പോൾ അവർക്ക് ഒരു പെൻഷൻ കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ, അവരെ അധ്യാപികയായിരുന്നു അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു സഹതാപം കൊണ്ട് ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടാവും. അത് നേരിട്ട് ചിത്രനാൾ ആരോടെങ്കിലും പറഞ്ഞ് ചെയ്തോന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല. അങ്ങനെയൊന്നും സംഭവിച്ചതായിട്ടും എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. സാമ്പത്തികത്തിന് അവർക്ക് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല, ഗവൺമെൻറ് സർവീസിലായിരുന്നു. അതൊക്കെ ആര് കൈകാര്യം ചെയ്തു, എങ്ങനെ കൈകാര്യം ചെയ്തു എന്നുള്ളതിനെക്കുറിച്ചൊന്നും സാധാരണക്കാർക്ക് അറിവില്ല, ശ്രദ്ധിച്ചിട്ടുമില്ല, അവരോടതൊന്നും ചോദിച്ചിട്ടുമില്ല. അവർ കൃത്യമായ ഉത്തരവൊന്നും പറഞ്ഞൊന്നും വരില്ല. കാരണം അവർക്ക് അപ്പോഴത്തേക്ക് സമനില തെറ്റിയ ഒരു അവസാന കാലമായിരുന്നു എന്ന് കാണാം. അവരെ molest ചെയ്യാനായിട്ട് പലരും ശ്രമിച്ചിരുന്നു. അതിൽ നിന്നൊക്കെ അവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അവരെ അനാഥാലയങ്ങളിൽ പുനരധിവസിപ്പിക്കാനായിട്ട് പലരും ശ്രമിച്ചു. ഞായറാഴ്ചയാണെന്നാണ് എൻ്റെ ഓർമ്മ. എവിടെയോ ഒരിടത്തുനിന്ന് ഇവരെ കണ്ടുപിടിച്ചു ഇങ്ങനെ വഴിയിലിരിക്കുകയാണ്. ആ കോട്ടയ്ക്കകത്ത് തെക്കേ തെരുവിൽ അവിടെ ഇരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ അവർ കാണപ്പെടുന്നത് തെക്കേ തെരുവിലാണ്. തെക്കേ തെരുവിൽ മൈതാനമുണ്ട്. ആ മൈതാനത്തിൽ മഹാരാജാവ് ചിത്രതിരുനാളിൻ്റെ വലിയൊരു സ്റ്റാച്ചു ഉണ്ട്. ആ സ്റ്റാച്ചുവിൻ്റെ കഥ വേറെ. അപ്പോൾ ആ സ്റ്റാച്ചുവിൻ്റെ ഓപ്പോസിറ്റിൽ കൃഷ്ണവിലാസം കൊട്ടാരം. ആ ഗേറ്റ് എപ്പോഴും അടഞ്ഞിരിക്കും. സൈഡിൽ കുറച്ച് സ്പേസ് ഉണ്ട്. ആ സ്പേസിൽ വലിയൊരു ഭാണ്ഡക്കെട്ടുമായിട്ട് സുന്ദരി ചെല്ലമ്മ അവിടെ ഇരിക്കുന്നത് നമുക്ക്. അപ്പം ഈ നേരിയത് കരയുള്ള ഒരു മുണ്ട് കൊടുത്ത് തലയിൽ അപ്പോഴും മുല്ലപ്പൂ വെച്ചിട്ടുണ്ട്. മുല്ലപ്പൂവൊക്കെ വെച്ച് അന്ന് പ്രായം കുറേ ആയി. പിന്നെ വലിയൊരു ഭാണ്ഡക്കെട്ടുണ്ട്. അപ്പം ഭാണ്ഡക്കെട്ടിൽ പല വസ്തുക്കൾ ആളുകൾ കൊണ്ട് കിടക്കുന്ന ഇതൊക്കെ ഉണ്ട്, എന്തോ കഴിക്കാനുള്ളതോ അതുമൊക്കെ ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ പണ്ട് മഹാരാജാവ് സമ്മാനമായിട്ട് കൊടുത്ത ഈ വേഷ്ടിയും അവർ വെച്ചിരിക്കുകയാണ്. ആ പുടവയും അതും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെ എങ്ങനെയെങ്കിലും അനുനയിപ്പിച്ച് കൊണ്ടുവരാനൊരു ശ്രമം നടത്തി. അവർ രക്ഷപ്പെട്ടില്ല. അവർ അവിടെ നിന്ന് രക്ഷപ്പെട്ട് കളഞ്ഞു. അവർ വന്നില്ല. അവർ ഇപ്പോൾ വരാം, ഞാൻ ഒരു വെള്ളം കുടിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട്
അതുവഴി മുങ്ങി. അത് വളരെ കാലം കഴിഞ്ഞിട്ട് ഞാൻ മുതിർന്നു കഴിഞ്ഞ് ഞാൻ ഈ സ്റ്റോട്ടിൽ കൂടെ നടക്കുന്ന ഒരു സന്ദർഭത്തിൽ ടീച്ചറിൻ്റെ സ്ഥിതി അത് വളരെ പിന്നെ വികൃതമായ ഒരു രൂപത്തിൽ, കാരണം ഒരു ഭാണ്ഡക്കെട്ടും വെച്ച് സാധാരണ ഒരു ഭിക്ഷക്കാരൊക്കെ ഇരിക്കും പോലെ ഒരു ഭാണ്ഡക്കെട്ടും വെച്ചിരിക്കുന്നു, കൂട്ടത്തിൽ മഹാരാജാവിൻ്റെ ചിത്രവും. ഇല്ല, കാർഡ്, പോസ്റ്റ് കാർഡുകൾ, ചിത്രങ്ങളൊന്നും കൊണ്ട് നടത്താറില്ല. പോസ്റ്റ് കാർഡാണ് കൊണ്ടുപോകാറ്, അധികം പോസ്റ്റ് കാർഡ്. ഈ പോസ്റ്റ് കാർഡിലുള്ളതെല്ലാം അവർ ഈ അയക്കുന്നതെല്ലാം കവടിയാർ കൊട്ടാരത്തിലേക്ക്. ഈ കത്തുകൾ, ഈ പോസ്റ്റ് കാർഡ് അയക്കുന്നതെല്ലാം രാജാവിനെ സ്തുതിച്ചുകൊണ്ടും അല്ലെങ്കിൽ മറ്റേത് കൊണ്ടും അത് ഈ പറയുന്ന കത്തുകളാണ്. അല്ലാതെ അതിൽ ഒരിടത്ത് ഒരു കത്തിലും പ്രണയത്തിൻ്റെ ഒരു 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 നേരിയ ഒരു നിഴല് പോലും ആ വരികളിലൊന്നും നമുക്ക് കാണാൻ പറ്റും. അത്തരം കത്തുകൾ കണ്ടിട്ടുള്ളത് കൊണ്ട് പറയുക. അങ്ങനെയാണ് ഞാൻ വർഷങ്ങൾക്ക് ശേഷം പ്രായമായി, അവശയായി, അനാഥയായി, പ്രാകൃതമായ രൂപത്തിൽ, പക്ഷെ അന്നും വേഷം ഇതാണ്, മുടിയുണ്ട്, മുടിച്ചുള്ളുണ്ട്, അങ്ങനെ കണ്ടത്. തീരെ ആയപ്പോൾ പോലും അവരെ ജീവിക്കാൻ തുടർന്നും പ്രേരിപ്പിച്ചത് ഈ ചിത്ര തിരുനാളിനെ കാണുക എന്ന മഹാഭാഗ്യം മാത്രമായിരുന്നു. അവസാനം ചിത്ര തിരുനാൾ മരിച്ചു. ആ മരിച്ച സമയത്ത് അവർ വളരെ ആ മൃതശരീരം കാണാനായിട്ട് അവർ കവടിയാറിലുള്ള രാജകൊട്ടാരത്തിൻ്റെ വാതിൽക്കൽ എത്തി. അവരെ ആദ്യം അവിടുത്തെ കാവൽക്കാർ കടത്തിവിട്ടില്ല. പിന്നീട് പലരും പറഞ്ഞതനുസരിച്ച് അവരെ കൊട്ടാരത്തിനകത്തേക്ക് കടത്തിവിടുകയും ചിത്ര തിരുനാളിൻ്റെ ആ ചേതനയറ്റ ശരീരം അവർ താണു വീണ് നമസ്കരിച്ച് അവർ അവസാനത്തെ യാത്രയും ചോദിച്ചു. കുറച്ച് കഴിഞ്ഞ് അവരെ ബലം പ്രയോഗിച്ച് അവിടെ നിന്ന് മാറ്റി കൊണ്ടുപോവുകയാണ്. അധികകാലം കഴിയുന്നതിന് മുമ്പ് അവരുടെ ജീവിതത്തിനും തിരശ്ശീല വീണു. പിന്നെ ഒരു ദിവസം ചെല്ലമ്മ ടീച്ചർ അന്തരിച്ചു എന്നുള്ളത് വാർത്തയാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പത്രത്തിൽ. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സുന്ദരി ചെല്ലമ്മ ടീച്ചർ അന്തരിച്ചെന്നുള്ളത് പത്രവാർത്തയായിട്ട് വരികയും ചെയ്തിട്ടുണ്ട്. അത് അവരുടെ ഏതോ ഒരു ഫ്രണ്ടിൻ്റെ അവിടെയാണ് മരിച്ചത്. എന്നിട്ട് ഒരു അനാഥ പ്രേതമായിട്ട് വരരുത്, അത്രയും നമ്മൾ അങ്ങനെ ഉണ്ടല്ലോ, കോർപ്പറേഷൻ അനാഥ പ്രേതങ്ങൾ വരുമല്ലോ, അങ്ങനെ വരരുത്. എത്രയാണെങ്കിലും ഇത്രയും പത്മനാഭസ്വാമി കോവിലിൻ്റെ ചുറ്റിനും നടന്ന ആളാണ്, നമ്മൾ കുട്ടിക്കാലം തൊട്ടേ കണ്ട ആളാണ് എന്നുള്ള അതിൽ കൂടുതലൊന്നും നമുക്കൊന്നും ചെയ്യാനൊക്കില്ല. നമ്മൾ എന്തോന്ന് കപ്പാസിറ്റിയിലാണ് ചെയ്യുന്നത്, അവർക്ക് ഫാമിലിയൊക്കെ ഉണ്ട്. 1996 ജൂലൈ മാസത്തിലാണ് ഈ ചെല്ലമ്മ മരിക്കുന്നത്. ആ ചെല്ലമ്മയോട് ആ ഒരു തെരുവിൽ കിടന്ന് മരിച്ചുവെങ്കിലും വളരെ ജനങ്ങൾ അവരെ തക്കാട് ശ്മശാനത്തിലേക്ക് അവരുടെ മൃതശരീരം കൊണ്ടുപോയത് തന്നെ സംഘടനകളുടെയൊക്കെ ഒരുപാട് ആദരവ് ഏറ്റുവാങ്ങി അവരുടെയൊക്കെ റീത്തുകൾ അതൊക്കെ വളരെ ബഹുമാനപുരസ്സരം, വളരെ ആദരപൂർവ്വമാണ് അവര് ചെല്ലമ്മയുടെ മൃതദേഹം തക്കാട് ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയത്. നമ്മുടെ ക്ലാസ്സിലിരിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരിക്കൽ 10-75 വർഷം കഴിഞ്ഞ് ടീച്ചർ ഇങ്ങനെ ഒരു വിഷയമാകുമെന്ന് പോലും വിചാരിച്ചിട്ടില്ല. അവരുടെ അവസാന നാളുകളും കണ്ടിട്ടുണ്ട്, പക്ഷെ അടുത്തിട്ടില്ല. ഞാൻ അവർ പഠിപ്പിച്ച കുട്ടിയാണെന്ന് അവർ മനസ്സിലാക്കുകയും ഇല്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ് കണ്ടിട്ടുള്ളത്. ഇതൊരു ലഘു മനോരോഗമാണ്. മനോരോഗത്തിൻ്റെ പല അവസ്ഥകളുണ്ട്. അതിനകത്ത് സ്കിസോഫ്രീനിയ എന്നതിനെ പറയാമോ എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുകയില്ല. മറിച്ച് ഒരു മാനിയ എന്നൊക്കെ പറയാം. അപ്പോൾ ഒരു ലഘു മനോരോഗമായിരുന്നു അവരുടേത്. ആദ്യം ഒരു സ്നേഹം, പിന്നീട് അതൊരു പ്രേമം, പിന്നെ പ്രണയം, മൂത്ത് കാമം, പിന്നെ ഉന്മാദം. ആ ഉന്മാദാവസ്ഥയിൽ ടീച്ചർ എത്തിച്ചേർന്നു എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. അത് പ്രണയത്തിൻ്റെ രൂപഭാവങ്ങളോടെ വരുന്ന ഒരു വിഭ്രാന്തി. പ്രണയം തന്നെ ഒരു ലെവല് കഴിഞ്ഞാൽ, പ്രണയമായാലും പിന്നെ എന്താ പറയേണ്ടത്, പ്രത്യയശാസ്ത്രമായാലും ഒരു പരിധി കഴിഞ്ഞാൽ അതൊരു ഒരു ഒരു മാനസിക വൈകല്യത്തിൻ്റെ അളവിലേക്ക് പോകും. അങ്ങനെ വരുന്ന ഒന്ന് തന്നെയായിരുന്നു എന്ന് ഞാൻ ദൃഢമായിട്ട് വിശ്വസിക്കുന്നു. ഒരു മനോരോഗിയുടെ മാനസിക വിഭ്രാന്തി എന്നല്ലാതെ ഇതിനെ ഒരു പ്രണയമായിട്ടും മറ്റും പറയുന്നതിൽ അർത്ഥമില്ല. ഏറ്റവും അങ്ങേയറ്റം പറയുകയാണെങ്കിൽ ഒരു മനോരോഗിണിയുടെ
ഏകപക്ഷീയമായ പ്രണയം. അല്ല, ഇതിൽ മറ്റു വലിയ വ്യാഖ്യാനങ്ങളൊന്നും കൊടുക്കേണ്ട യാതൊരു കാര്യമൊന്നുമില്ല. അത് ഒരു സ്ത്രീക്ക് ഉണ്ടായ മനോവിഭ്രമം, അല്ലെങ്കിൽ ഒരു വിഭ്രാന്തി, അല്ലെങ്കിൽ ഒരു ഉന്മാദ അവസ്ഥ, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ എന്നൊക്കെ മാത്രമേ കരുതണ്ടോ. ഒരു രാജഭക്തി, ഭക്തിമൂത്ത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭക്തിമൂത്ത് ഭ്രാന്തായി എന്ന് പറയുന്നത് പോലെ സാധാരണ ദൈവങ്ങളോട് ഉള്ള ഭക്തി കൊണ്ട് പലരും ചില ചേഷ്ടകൾ കാണിക്കാറുണ്ട്. അതുപോലെ രാജാവിനോട് തോന്നിയ ഒരു ഭക്തി കൊണ്ട് അവർ സ്വയം മതിമറന്ന് ജീവിച്ചു എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇപ്പൊ നമ്മളാണെങ്കിലും ഒട്ടും പ്രാക്ടിക്കൽ അല്ലാത്തൊരു കാര്യം, അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ ഇല്ലാത്തൊരു കാര്യം ഒരാൾ അതിന് പിന്നെയും എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഭ്രാന്ത എന്ന് പറയില്ലേ, നാറാണത്ത് ഭ്രാന്തനെ നമ്മൾ ഭ്രാന്ത എന്ന് പറയുന്നില്ലേ. ആള് നമ്മൾ നോക്കുമ്പോ എന്താ, പുള്ളി വെറുതെ കല്ലുരുട്ടി കയറ്റിക്കൊണ്ടേയിരിക്കുവാണ്. അപ്പൊ ബാക്കിയുള്ളവർക്ക് നോക്കുമ്പോ അതൊരു ഭ്രാന്താണ്. അത് അവര് പറയുന്നതിനെ നമുക്കൊന്നും കുറ്റം പറയാൻ പറ്റില്ല. നമ്മളത് കേൾക്കണ്ടെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. ഇപ്പൊ സുന്ദരി ചെലമ്മയ്ക്ക് ഭ്രാന്തി എന്ന് കേൾക്കുന്നതിൽ വലിയ പ്രശ്നം ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവർക്കത് ബോദർ ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരുടെ ഫോക്കസ് ഓർ അവര് പ്രയോറിറ്റി കൊടുക്കുന്നത് മാക്സിമം ഞാൻ പ്രസന്റബിൾ ആയിട്ട് ഇരിക്കുക, വെനെവർ രാജാവ് വരുമ്പോൾ എന്നെ കാണുമ്പോൾ ഞാൻ മാക്സിമം പ്രസന്റബിൾ ആയിട്ട് ഇരിക്കുക, ഇതാണ് അവര് പ്രയോറിറ്റി കൊടുക്കുന്നത്. അത് നാട്ടുകാർ ശ്രദ്ധിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എന്നെ കുറിച്ച് എന്ത് ബാക്കിയുള്ളവർ പറയുന്നു, ഈ സംഭവങ്ങളൊക്കെ സുന്ദരി ചെലമ്മ ബോധേഡ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ളത് അവർക്ക് പറ്റാവുന്ന അത്രയും മാക്സിമം ഒരു എഫേർട്ട് എടുത്ത് അവർ ചെയ്തു. അപ്പൊ കാണുമ്പോൾ നല്ല പ്രായമുണ്ട്. ഞാൻ കുറച്ച് നല്ല ഇതിനേക്കാളും കുറച്ചുകൂടി നരച്ചതായിരിക്കും. എന്നെക്കാളും നരച്ച മുടിയാണ് എല്ലാം കൂടെ കൂട്ടിക്കെട്ടി വലിയ മറ്റേ ഈ വാടാമുല്ല കളറിലെ കുങ്കുമമാണ് വലിയതായിട്ടാണ് ഇടുന്നത്. കണ്ണൊക്കെ എഴുതി പുരുകമൊക്കെ വരച്ച് ചെവിയിൽ വലിയ ആഭരണമൊക്കെ ഇട്ട് ഒരുപാട് മാലയുണ്ട്, ധാരാളം വളകളുണ്ട്. കയ്യിലൊക്കെ അവസാന കാലത്ത് കയ്യിലും കാലിലൊക്കെ കുറച്ച് നീരൊക്കെ ഉണ്ടായിരുന്നു പാവം. കാരണം ചിലപ്പോൾ വളയൊക്കെ ഇറുകി അതിൻ്റെ ഇടയിൽ കിടക്കുന്നത് കാണാം. നമുക്ക് തന്നെ സങ്കടം തോന്നും. അത് ഊരിക്കളയാനോ വെട്ടിക്കളയാനോ ഒക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അത് നല്ല സ്വെല്ലിങ്ങും കാണും, അതിൻ്റെ ഇടയിൽ ഈ വളയും കാണും, അനങ്ങാൻ പറ്റില്ല. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൊക്കെ അവരെ ഞാൻ കണ്ടിട്ടുണ്ട്. കാലിലൊക്കെ നീര് വന്ന അവസാനം ആ ഒരു സ്ഥിതി. എപ്പോഴും ഈ മുണ്ടും പിന്നെ മേത്ത് കെട്ടാണ്, അതും കൂടെ കെട്ടിയിട്ടാണ് എനിക്ക് ബ്ലൗസ് ഇട്ട് ഒരുപാട് പൂ വയ്ക്കും. അമ്പലത്തിലൊക്കെ കെട്ടുന്ന പൂക്കളായിരിക്കാം, അതൊക്കെ തലയിലൊക്കെ ചൂടി സുന്ദരിയായിട്ട് തന്നെ ഇരിക്കും. പാവം. மரகத மாளிகையில் நீ இருந்தாய்.